ആക്രമണത്തിനു പിന്നാലെ ബുധനാഴ്ച രാവിലെയും ബാരാമുള്ളയിൽ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായതായി റിപ്പോർട്ട്. തുടർന്നുണ്ടായ വെടിവെപ്പിൽ 4 ഭീകരരെ സൈന്യം വധിച്ചു. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ രംഗത്തെത്തി. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് നിഷേധിച്ച് രംഗത്തെത്തിയത്. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെ എതിർക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമില്ലെന്നും പാക് മന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന് പാകിസ്ഥാന് ഭയമുണ്ട്. തിരിച്ചടി ഭയന്ന് നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ഗ്രാമങ്ങൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ഉറിയിലും പുൽവാമയിലും നടന്ന ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയിരുന്നത്. 2016 ഭീകരാക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയായിരുന്നു ഇന്ത്യയുടെ മറുപടി. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയും ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു. ബലാക്കോട്ടിലെ ജയ്ഷ ക്യാമ്പിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണം. അതിനിടെ പഹൽഗാമിലെ 28 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കസൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള ഖാലിദ് കൊടും ഭീകരൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് TRF. TRFന് പിന്നിൽ കസൂരിയാണ്. പാക് ഭീകരനും ലഷ്കർ-ഇ-തോയ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് കസൂരി. ലഷ്കർ-ഇ-തോയ്ബയുടെ പെഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി. അതിനിടെ ജമ്മു കശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും 2 വിദേശികളും അടക്കം 34 വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടനയ്ക്കെതിരെ NIA അന്വേഷണം ആരംഭിച്ചു. ലഷ്കർ-ഇ-തോയ്ബയുടെയും രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് SML എന്നീ സംഘടനയുടെ മറവിലായിരുന്നു ഭീകര പരിശീലനം. പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ മറ്റൊരു രൂപമായ ജമാമത്ത് ഉദ്ധവയുടെയും കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി ഉണ്ടായിരുന്നു. JUDയെ 2016 US ഭീകരവാദ പട്ടികയിലും 2009 UN ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ TRF എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയും ISIയും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നും സ്ഥിരീകരിച്ചു. നാട്ടുകാരന്റെ സഹായവും പഹൽഗാമിന്റെ ആക്രമണത്തിൽ ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തി. 2 സംഘമായി തിരിഞ്ഞ് AK-47 ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. ദക്ഷിണ കശ്മീരിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആക്രമണമുണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് 3 സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. 2019 ഫെബ്രുവരി 14 ജമ്മു കശ്മീരിലെ പുൽവാമയിൽ CRPF സൈനിക വാഹന വ്യൂഹത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.